ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്സിൽ വൈറ്റി. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും നമ്മുടെ പുതിയ പോളോ പണിയാനായിട്ട് വന്നിരിക്കുന്നത്. പോളോയുടെ പണിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പണിയിരുന്ന ആളെ നമ്മളെന്തായാലും എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, CPM കിട്ടിയ ഫ്രണ്ടാണ്. അപ്പോൾ ആൾക്കൊരു മറ്റേ യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതും ഞാനെന്തായാലും മറ്റേതിൽ കൊടുത്തേക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും പാടെ KTM കാർസ് മോഡിഫിക്കേഷൻ ചെയ്ത് വെക്കുന്നുണ്ട്, ആരെങ്കിലും ആണെങ്കിൽ പറയാം. പിന്നെ നമ്മൾ ഈ വണ്ടിയുടെ റിവ്യൂയിലേക്ക് പോവാം. ഈ വണ്ടിയിൽ മെയിനായിട്ട് ചെയ്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പ് തന്നെയാണ് കേട്ടോ. നല്ല രീതിയിൽ, അതായത് CPM ഇതുവരെ ഇല്ലാത്തൊരു മോഡൽ റാപ്പാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ എഡിഷൻ നെയിം ഹൊനീഗൺ എന്നാണ് കൊടുത്തേക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ വണ്ടിയിൽ ടർബോ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു എക്സോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാൽവട്രോണിക്കിൻ്റെ ഫയർ എക്സോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അലോയ്സൊക്കെ വരുന്നത് 50 ഇഞ്ചിൻ്റെ വീലാണ് വരുന്നത് കേട്ടോ. പിന്നെ വണ്ടിയിൽ കുറേ ചേഞ്ചസൊക്കെ ഇനി വരാൻ കിടക്കുകയാണ്. വണ്ടിയിൽ കുറേ ചേഞ്ചസും കാര്യങ്ങളും, സ്പോയിലർ മാറ്റാനുണ്ട്, അങ്ങനെ കുറേ പണിയൊക്കെ ഉണ്ട്. പിന്നെ വണ്ടിയുടെ കസ്റ്റം ഹെഡ്ലൈറ്റാണ്. അലോയ് എന്തായാലും നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുന്നതായി കേട്ടോ. അലോയ് നമ്മൾ നല്ലത് നോക്കിയിട്ടൊന്ന് ചേഞ്ച് ചെയ്യും. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് യെല്ലോ, അതോ ഈ വണ്ടിയുടെ കളർ ആക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ലോഗോ കാർബൺ ഫൈബറിൽ നമ്മൾ ചെയ്താൽ കേട്ടോ, ആയിട്ട് ചെയ്തതാണ്. പിന്നെ നമ്മുടെ മിറേഴ്സ് നമ്മൾ സ്റ്റോക്കിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ മറ്റേ ഗ്ലാസ്സിൽ എഡിഷൻ നെയിം കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് ഹൊനീഗണ്ണ്. പിന്നെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നമ്മുടെ പേഴ്സണൽ നമ്പർ പ്ലേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ള വണ്ടിയുമേ. പിന്നെ ഇപ്പോൾ വണ്ടിയുടെ ബാക്കിൽ ലോലിപോപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലൈറ്റ് മറ്റേ കസ്റ്റമർ തന്നെ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് കേട്ടോ. ബമ്പറും കാര്യങ്ങളൊന്നും വല്ല മാറ്റിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ബമ്പറും കാര്യങ്ങളും മാറ്റിയിട്ടൊന്നുമില്ല. ബമ്പറൊക്കെ സ്റ്റോക്ക് ബമ്പർ തന്നെയാണ് കേട്ടോ. പിന്നെ സൈഡ് സ്കേർട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ടിടത്തും സൈഡ് സ്കേർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ എക്സോസ്റ്റ് തന്നെയാണ്, വാൽവട്രോണിക്കിൻ്റെ ഫയർ എക്സോസ്റ്റാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താ, വണ്ടിയുടെ ഓവർലുക്ക് തന്നെ കാണാനൊരു ഭീകരം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ വണ്ടി. അപ്പോൾ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളെല്ലാവരും പറയാം. അപ്പോൾ സെറ്റായിട്ട് നമ്മൾ പണിത് വെച്ചിട്ടുണ്ട് എന്നാലും വണ്ടി. പിന്നെ ഫ്രണ്ട് ബമ്പറിലൊരു ചെറിയ സ്കേർട്ടും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓസ്വാഗൻ്റെ ലോഗോ കാർബൺ ഫൈബറിൽ ഫ്രണ്ടും ബാക്കും മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്താ, ഗ്ലാസ്സിൽ ഹൊനീഗണ്ണ് അടിച്ചിട്ടുണ്ട്, സൈഡിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID അടിച്ചിട്ടുണ്ട്. ഇത് ചെയ്തെന്ന് എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. എന്തായാലും നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും KTM കാർസൊക്കെ ആയിട്ട് സെല്ലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ അലോയ്സ് നമുക്ക് മാറ്റണം കേട്ടോ. അലോയ്സ് ഏതാണെങ്കിലും നല്ല അലോയ്സ് ഇതിലിടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അലോയ്സ് നല്ല ഇതിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID എന്തായാലും ഞാൻ ബയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ അതിലൊന്നൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി, ഏത് അലോയ് വേണ്ടിച്ചെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. നിങ്ങൾ പറയുന്ന ഒരു അലോയ് നമ്മൾ എന്തായാലും എടുത്തിടണേക്കാരം. വണ്ടി എന്തായാലും കിടിലം, കളറും കാര്യങ്ങളും നോക്കാൻ വെച്ചാൽ വണ്ടി കിടിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കസ്റ്റം ഹെഡ്ലൈറ്റാണ്. കസ്റ്റം ഹെഡ്ലൈറ്റിൽ നമ്മളൊരു കളർ ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ റൂഫ് ടോപ്പും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. എൻ്റെ വെറുതെ ഒരു ഓവർലുക്ക് നോക്കാൻ വേണ്ടി കാണിച്ചാട്ടോ ഇതൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ ഒരു എക്സോസ്റ്റിൻ്റെ സൗണ്ട് നോക്കിയാലോ. അപ്പോൾ എന്തായാലും വണ്ടി നമുക്കൊന്ന് കയറാട്ടോ, വണ്ടിയുടെ ഉള്ളിൽ ഒന്ന് കയറാം. അപ്പോൾ വണ്ടിയിൽ നമ്മൾ കയറും കാര്യം, വണ്ടി ഓണാക്കും കാര്യങ്ങൾ ചെയ്തേക്കുന്നു കേട്ടോ. വണ്ടി ഓണാക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഒന്ന് ക്യാമറ ആംഗിളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ക്യാമറ ആംഗിളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കാം. അതൊന്ന് സെറ്റാക്കട്ടെ. നമ്മുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ നമ്പർ പ്ലേറ്റും കാര്യങ്ങളായിട്ട് കൊടുത്തേക്കുന്നത്. ഈ ക്യാമറ ആംഗിളൊന്ന് ശരിയാക്കട്ടെ. അപ്പം നമ്മളെന്തായാലും നമുക്കൊന്ന് കാലെടുത്ത് നോക്കാം. അപ്പോൾ അത് കാലെടുത്ത് നോക്കുമ്പോൾ തന്നെ വണ്ടി നല്ല ഷെയ്ക്കാവുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടി നമ്മളെല്ലാം ലോവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. വാൽവട്രോണിക്കിൻ്റെ ഫയർ എക്സോസ്റ്റ് ആണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.
വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് കൂടുക. പിന്നെ അപ്പോൾ എന്തായാലും നമ്മളൊരു ഗ്യാങ് തുടങ്ങാനൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. നമ്മളൊരു ഗ്യാങ് തുടങ്ങാൻ പ്ലാനുണ്ട്. അപ്പോൾ അതിൽ കയറാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. നിങ്ങൾ ഫോളോ ചെയ്യുന്നതനുസരിച്ച് ഞാൻ തിരിച്ച് ഫോളോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ഓരോ ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എന്തായാലും വണ്ടി എങ്ങനെ ഉണ്ട് എന്ന് എല്ലാവരും സെറ്റാക്കുക. അപ്പോൾ എന്തായാലും ശരി. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.